ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിരഞ്ജൻ അമ്മയെ വാടക വീട്ടിലേക്ക് ആക്കിയ ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് ജയശങ്കർ ചോദിക്കുകയാണ്, അല്ല നിരഞ്ജൻ, അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ, എന്താ സാർ, അമ്മയെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരുമെന്ന് സാറ് കരുതിയിരുന്നു. ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞാലും അമ്മ അത് സമ്മതിക്കില്ല. ഞാൻ എൻ്റെ ക്ലിനിക്കിൻ്റെ തൊട്ടടുത്ത് അമ്മയ്ക്കൊരു വാടക വീടെടുത്തു. അങ്ങനെയാകുമ്പോൾ എപ്പോഴും നിരഞ്ജന് അമ്മയെ ശ്രദ്ധിക്കാമല്ലോ. ഞാൻ എൻ്റെ അമ്മയെ ശ്രദ്ധിക്കും. ഞാൻ ഒരിക്കലും ഇവിടേക്ക് കൊണ്ടുവരില്ല. പക്ഷേ എൻ്റെ അമ്മയെ ഞാൻ കൈവിട്ട് കളയില്ല. എൻ്റെ അമ്മയെ ഞാൻ തന്നെ നോക്കും, അത് ആര് തന്നെ എതിർത്താലും ശരി. അപ്പോൾ ജയശങ്കർ പറയണേ, അതെന്താ നിരഞ്ജൻ നീ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ല, സാറിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എന്ന് എപ്പോഴും പറയാറുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. സാറിന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എൻ്റെ അമ്മയെ ഞാൻ തന്നെ നോക്കും. അതെൻ്റെ ഉത്തരവാദിത്വവും കടമയുമാണ്. അത് സാറ് ഇഷ്ടപ്പെട്ടാലും ശരി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി എന്ന് പറയട്ടെ. അപ്പോൾ ജയശങ്കർ കൂടുതൽ സംസാരിക്കാതെ നിരഞ്ജൻ്റെ ആ മറുപടി കേൾക്കുമ്പോൾ അവിടെ നിന്ന് പോവാട്ടോ. എന്നിട്ട് ഇതൊക്കെ കേൾക്കുന്ന അക്ഷര ചോദിക്കുകയാണ്, അമ്മയെ വാടക വീട്ടിലേക്ക് ആക്കിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ അങ്ങനെയല്ലേ പറ്റൂ, എനിക്കിവിടേക്ക് കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. എന്ത് ചെയ്യാനാണ്, എൻ്റെ അമ്മയുടെ വിധിയാണ്. ഒരു മകൻ ഉണ്ടായിട്ട് പോലും അമ്മയ്ക്ക് തനിച്ച് താമസിക്കേണ്ട ഗതികേടാണ്. അക്ഷര പറയണ ഇതിനെല്ലാം കാരണക്കാരത്തി ആ പൊന്നുമണിയാണ്. ഇനിയിപ്പോൾ പൊന്നുമണിയുടെ കയ്യിലുള്ള കാശെല്ലാം ആ ശരവണൻ നശിപ്പിച്ച് കളയും. അപ്പോൾ നിരഞ്ജൻ പറയണ, അവളുടെ കാര്യം ഇനി എനിക്ക് കേൾക്കണ്ട. ഇനി പൊന്നുമണിയുമായിട്ട് യാതൊരു ബന്ധവും എനിക്കില്ല. അവളുടെ ഒരു കാര്യത്തിലും ഞാൻ ഇനി ഇടപെടില്ല എന്ന് പറഞ്ഞാണ് പോകുന്നത്. പിന്നീട് പൊന്നുമണി ചെമ്പകത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, ഇത് കുറച്ച് കാശാണ് ചെമ്പകം, ഇത് വാങ്ങിച്ചുകൊണ്ട് ഇവിടെ നിന്നും എവിടേക്കാണെങ്കിലും നീ പൊയ്ക്കോ. നീ പോയി എവിടെ വേണമെങ്കിലും താമസിച്ചോ, പക്ഷേ ഒരിക്കലും എന്നെയും ശരവണനെയും ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരരുത്. അപ്പോൾ ചെമ്പകം പറയണേ, ഞാൻ ഒഴിഞ്ഞു പോകാൻ വേണ്ടി നീക്കിട്ട വിലയായിരിക്കുമല്ലേ ഈ കാശ്, ഇത് നീ എന്ത് വേണമെങ്കിലും കരുതിക്കോ, എനിക്കതിലൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ചെമ്പകം പറയണേ, നീ ഇപ്പോൾ ചെയ്യുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ എൻ്റെ ഭർത്താവിനെയാണ് തട്ടിയെടുത്തത്, അങ്ങനെ നീ പറയരുത്. ശരവണന് ഭാര്യയും കുടുംബവും ഉണ്ടെന്ന് ഞാൻ ഒരുപാട് വഴുകിയാണ് അറിഞ്ഞത്. അറിഞ്ഞപ്പോൾ നിനക്ക് ഒഴിഞ്ഞുകൂടാമായിരുന്നില്ല. അതെങ്ങനെ? ഒരു മനുഷ്യന് ശരീരം മാത്രമല്ലല്ലോ, മനസ്സുകൂടി ഉണ്ടല്ലോ. എൻ്റെ മനസ്സ് ശരവണന് ഞാൻ കൊടുത്തുപോയി. അപ്പോൾ ചെമ്പകം പറയണേ, എന്നെ കണ്ടപ്പോൾ നിന്റെ പുറകെ വന്നവനാണ് ശരവണൻ. ഇനി മറ്റൊരുത്തിയെ കാണുമ്പോൾ നിന്നെ ഉപേക്ഷിച്ച് അവൻ പോവും. അത് ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഒരുപാട് കാലമൊന്നും ഈ ജീവിതം മുന്നോട്ട് പോകുമെന്ന് എനിക്കും പ്രതീക്ഷയില്ല. പോകുന്നിടത്തോളം പൊയ്ക്കോട്ടെ എന്നാണ് ഞാനും കരുതുന്നത്. നീ എൻ്റെ ശത്രു തന്നെയാണ്, നീ നശിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ നീ വീട് വിൽക്കേണ്ടിയിരുന്നില്ല. നീ നോക്കിക്കോ, നാളെ നിന്നെ ശരവണൻ പെരുവഴിയിലാക്കും എന്ന് പറഞ്ഞു പൊന്നുമണി കൊണ്ടുവന്ന ആ കാശ് അങ്ങ് വാങ്ങാണ്. ഇത് എനിക്ക് വേണ്ടി ഞാൻ വാങ്ങുന്നതല്ല, എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. നിന്നോടിപ്പോൾ ഇത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. നാളെ നിനക്കും ഈ ഒരു അവസ്ഥ വരും, ഒരു പെണ്ണിൻ്റെ ഗതികേട് വരും. അപ്പോൾ നിനക്കിതൊക്കെ മനസ്സിലാവും എന്ന് പറഞ്ഞ് ചെമ്പകം പൊന്നുമണിക്ക് ശാപവാക്കുകൾ കൊടുത്തിട്ടാണ് പോകുന്നത്. പിന്നീട് സ്വാമിയുമായിട്ട് ശരത്ത് സംസാരിക്കുകയാണ്. എന്നിട്ട് എല്ലാ പ്ലാനുകളും പറയുകയാണ്. എൻ്റെ കസ്റ്റഡിയിലാണ് പ്രേമ ഉള്ളത് എന്ന് നിനക്കറിയാവുന്നതല്ലേ? ഞാൻ ഊഹിച്ചു. എങ്കിൽ ഇന്ന് ജയശങ്കറിൻ്റെ കാറുമായിട്ട് നിങ്ങൾ വരണം. എന്നിട്ട് പ്രേമയെ നിരഞ്ജൻ്റെ ക്ലിനിക്കിൽ നിങ്ങൾ കൊണ്ടുപോയേക്കണം. ഞാനോ? അതെ. ജയശങ്കറും നിരഞ്ജനും തെറ്റുന്ന കാര്യത്തിൽ എങ്ങനെയാണ്? നിങ്ങൾക്കത് സന്തോഷമുള്ള കാര്യമല്ലേ? എനിക്കങ്ങനെ സന്തോഷമൊന്നുമില്ല. അപ്പോൾ തങ്കച്ചിക്ക് എന്തായാലും ഇഷ്ടമുണ്ടാകുമല്ലോ ജയശങ്കറും നിരഞ്ജനും തെറ്റുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ പ്ലാൻ ചെയ്യണം. നിങ്ങൾ ജയശങ്കറിൻ്റെ കാറുമായിട്ട് പ്രേമയെ അതിൽ കൊണ്ടുപോയി നിരഞ്ജൻ്റെ ക്ലിനിക്കിലാക്കണം. കാരണം ഇപ്പോൾ പോലീസ്, ഒരു വലിയ പോലീസ് തന്നെയല്ലേ എൻ്റെ പുറകെ ഉള്ളത്, അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ അവരെ തമ്മിൽ തെറ്റിക്കാനും സിദ്ധുവിനെയും നിരഞ്ജനെയും തെറ്റിക്കാനും എല്ലാം ഇതൊരു നല്ല പ്ലാനാണ്. അപ്പോൾ സ്വാമി പറയണ, അവരൊരിക്കലും തെറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതവർക്ക് അത്രയ്ക്ക് വിശ്വാസമാണ്. അതെ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ അതിന് ചാൻസ് കൂടുതലല്ലേ? എന്തായാലും നിരഞ്ജനോട് ജയശങ്കർ ചോദിക്കും, എങ്ങനെ പ്രേമ നിൻ്റെ ക്ലിനിക്കിൽ വന്നു എന്ന്. അതോടുകൂടി ഒരു വലിയ പ്രശ്നം തന്നെ ഉണ്ടാവും. ഞാൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങളും നടക്കും. അതുകൊണ്ട് സ്വാമി എന്നോടൊപ്പം നിന്നാൽ മതി എന്ന് പറയട്ടോ. ശരത്ത് ഗുണ്ടയ്ക്ക് വിളിച്ച് കാര്യം പറയുകയാണ്. ഞങ്ങളിപ്പോൾ പ്രേമയെ അവിടെ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി ഞാനും എന്നോടൊപ്പം ഒരാൾ കൂടി ഉണ്ടാവും. ഞങ്ങൾ അവിടെ നിന്ന് പ്രേമയെ മാറ്റുകയാണ്. പോലീസ് ചിലപ്പോൾ അവിടേക്ക് റെയ്ഡ് നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പ്രേമയെ മാറ്റുന്നത്. നിങ്ങൾ ഇപ്പം തന്നെ അവിടേക്ക് എത്തും എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കണം. പിന്നീട് അക്ഷര നിരഞ്ജൻ്റെ അടുത്തേക്ക് വരട്ടെ. അപ്പോൾ നിരഞ്ജനാണെങ്കിൽ ആലോചനയിലും ഒരു ക്ഷീണവുമായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് എന്താണെന്നറിയില്ല, നല്ല ക്ഷീണമുണ്ട്, നീ പോയിക്കോ അമ്മയുടെ അടുത്തേക്ക് എന്ന് പറയുമ്പോൾ, അതെന്തു പറ്റി? നിങ്ങൾ ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, നിങ്ങൾ നിങ്ങളുടെ ശരീരം തീരെ ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ ക്ഷീണം മാറിയിട്ട് ഒരുമിച്ച് പോവാം അമ്മയുടെ അടുത്തേക്ക്. അത് വേണ്ട അക്ഷര, നീ പോയിക്കോ അമ്മയുടെ അടുത്തേക്ക്. അത്രയും നേരം നിനക്ക് അവിടെ ഇരിക്കാലോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് നിന്നെ വിളിക്കാൻ വരാം. അപ്പോൾ അക്ഷര പറയണം, ഞാൻ അമ്മയുടെ കൂടെ ഇരിക്കണമെന്ന്
നിങ്ങൾക്ക് ആഗ്രഹമുണ്ടല്ലേ? അത് പിന്നെ ഉണ്ടാവാതിരിക്കില്ലല്ലോ, എൻ്റെ അമ്മയല്ലേ. എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും അമ്മയുടെ കൂടെ താമസമാക്കിയാലോ? അപ്പോൾ ഇവിടെ സാർ ഒറ്റയ്ക്കായില്ലേ, ഇവിടെ അപ്പച്ചി ഉണ്ടല്ലോ, ഡാഡിക്ക് കൂട്ടായിട്ട് അത് മതിയല്ലോ. അത് പറ്റില്ല അക്ഷര, കാരണം രണ്ടുപേരും കണ്ടാൽ എപ്പോഴും വഴക്കാണ്, അതൊന്നും ശരിയാവില്ല. ശരി, ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോകട്ടെ, എന്നെ വിളിക്കാൻ വേണ്ടി വന്നാൽ മതി എന്ന് പറഞ്ഞ് അക്ഷര പോവാൻ ഒരുങ്ങാം കേട്ടോ. അപ്പോൾ നിരഞ്ജനോട് വീണ്ടും അക്ഷര ചോദിക്കുന്നത്, അല്ല നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറയട്ടെ. അങ്ങനെ അക്ഷരയുടെ ആ കരുതലൊക്കെ കാണുമ്പോൾ നിരഞ്ജന് വല്ലാത്ത സങ്കടം വരിക കേട്ടോ. അങ്ങനെ അക്ഷര പോയി കഴിഞ്ഞ ശേഷം നിരഞ്ജൻ്റെ കണ്ണുകളൊക്കെ നിറയുകയാണ്. എൻ്റെ യഥാർത്ഥ അസുഖം എന്താണെന്നറിഞ്ഞാൽ അതൊരിക്കലും അക്ഷരയ്ക്ക് താങ്ങാൻ കഴിയില്ല. എന്നെ അക്ഷര അത്രമാത്രം അധികം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു സങ്കടത്തോടു കൂടിയാണ് നിരഞ്ജൻ നിൽക്കുന്നത്. പിന്നീട് അക്ഷര പോകുന്ന സമയത്ത് സ്വാമിയും ജയശങ്കർ അവിടെ ഇരിക്കുകയാണ്. എവിടേക്കാണ് നീ തനിച്ചു പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അമ്മയെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സ്വാമി അതിൽ അഭിപ്രായം പറയുകയാണ്, മേഡം അമ്മയെ കാണാൻ വേണ്ടി തനിച്ചു പോവാറില്ലല്ലോ, എപ്പോഴും നിരഞ്ജൻ സാറിനോടൊപ്പമല്ലേ പോവാറുള്ളത്, അതിന് സ്വാമിയോട് അഭിപ്രായം ചോദിച്ചില്ലല്ലോ. സ്വാമി വെറുതെ ഞങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായം പറയരുത് എന്ന് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ജയശങ്കർ അതിന് സ്വാമി ഒന്നും ചോദിച്ചില്ലല്ലോ, നീ എവിടേക്കാണ് പോകുന്നത്, തനിച്ചെന്തിനാ പോകുന്നത് എന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ, ഞാൻ അമ്മയെ കാണാൻ വേണ്ടി പോവുകയാണ്. ഡാഡിക്ക് ഇയാളുടെ മനസ്സറിയാഞ്ഞിട്ടാണ്, ഇയാളുടെ മനസ്സിൽ വെറും പരദൂഷണം മാത്രമാണുള്ളത്, ഇയാളെ എത്ര വിശ്വസിക്കരുത് എന്ന് പറഞ്ഞാലും ഡാഡി അത് കേൾക്കില്ലല്ലോ. അയ്യോ മേഡം, ഞാൻ ഇനി ഒരു അഭിപ്രായവും പറയുന്നില്ല. അങ്ങനെ അക്ഷര പോകുന്ന സമയത്ത്, അല്ല നിന്നോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നീ ഇപ്പോൾ അമ്മയെ കാണാൻ വേണ്ടി പോകുന്നൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതി ഇവിടേക്ക് കൊണ്ടുവരാനൊന്നും നോക്കണ്ട. അപ്പോൾ സ്വാമി വീണ്ടും അഭിപ്രായം പറയാണ്, അത് ശരിയാണ്, ഇനിയിപ്പോൾ അവരുടെ അവസ്ഥ കണ്ട് ദയ തോന്നി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിരിക്കും അക്ഷര മേഡം പോകുന്നത്. അപ്പോൾ സ്വാമിയോട് വീണ്ടും അക്ഷര ദേഷ്യപ്പെടുകയാണ്, എനിക്ക് അമ്മയെ ഇവിടേക്ക് കൊണ്ടുവരാൻ എനിക്ക് സമ്മതമാണ്, പക്ഷെ ഒരിക്കലും അമ്മ ഇവിടേക്ക് വരില്ല, അമ്മയ്ക്ക് അഭിമാനമുണ്ട്, അതുകൊണ്ട് ഒരിക്കലും അമ്മ ഇവിടേക്ക് വരില്ല, വെറുതെ ഡാഡിയുടെ മുഖം കാണാനൊന്നും അമ്മ ഇവിടേക്ക് വരില്ല, ഡാഡിയുടെ മനസ്സെന്താണെന്നുള്ളതൊക്കെ നന്നായിട്ട് തന്നെ അമ്മയ്ക്കറിയാം എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് അക്ഷര പോവുകയാണ് കേട്ടോ. അപ്പോൾ സ്വാമി പറയണ, ഈ പോക്കിൽ അപകടമുണ്ട്, കാരണം അവിടെ നിരഞ്ജൻ്റെ അമ്മയുടെ അവസ്ഥ കണ്ട് ഇവർ രണ്ടുപേരും ഇവിടെ നിന്നും അമ്മയുടെ അടുത്തേക്ക് താമസം മാറും, അതോടൊപ്പം തന്നെ ഒപ്പം ശ്രുതി മോളെയും കൊണ്ടും, അങ്ങനെ ആകുമ്പോൾ സാറ് പിന്നെ തനിച്ചാവും, അതുകൊണ്ട് സാറൊന്ന് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും സ്വാമി ജയശങ്കറിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ എഴുതി എഴുതുകയാണ്. ഇത് നിരഞ്ജൻ അക്ഷര പോയി കഴിഞ്ഞ ശേഷം നിരഞ്ജൻ്റെ ഫയൽ എടുക്കുകയാണ് കേട്ടോ, മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ ഫയൽ എടുക്കുകയാണ്. എന്നിട്ട് അത് വായിച്ചു നോക്കി നിരഞ്ജൻ്റെ കണ്ണുകളൊക്കെ കവിഞ്ഞൊഴുകുകയാണ്. നിരഞ്ജൻ ഇനി അധിക കാലം ജീവിക്കാൻ ആയുസില്ല എന്നുള്ള ആ റിപ്പോർട്ട് വന്നതോടുകൂടി നിരഞ്ജൻ മാനസികമായി തളർന്നിട്ടുണ്ടാവും. പക്ഷേ നിരഞ്ജൻ ആ സത്യം ആരെയും അറിയിക്കാതെ മറച്ചു വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ ഫയലുമായിട്ട് നിരഞ്ജൻ പെട്ടെന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ ജയശങ്കറും സ്വാമിയും ചോദിക്കുകയാണ്, അല്ല നിരഞ്ജൻ എവിടേക്കാണ് പോകുന്നത്, അക്ഷര പോയത് അറിഞ്ഞില്ലേ അമ്മയെ കാണാൻ വേണ്ടി? ആ എന്നോട് പറഞ്ഞിട്ടാണ് അക്ഷര പോയത്. അല്ല നിരഞ്ജൻ ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത്? നിരഞ്ജൻ്റെ കയ്യിലെന്താ ഒരു ഫയലുണ്ടല്ലോ, ഇതെന്താ മെഡിക്കൽ റിപ്പോർട്ടാണോ എന്ന് ചോദിക്കും. അതെ ഇത് മെഡിക്കൽ റിപ്പോർട്ടാണ്, ഇത് ആരുടേതാണ്? ഇതെനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടേതാണ്, ആരുടേതാണെങ്കിലും ആ രോഗിയുടെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാവാൻ ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ നിരഞ്ജൻ പറയണ, പ്രാർത്ഥന കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല, അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു, ഇനി ആർക്കും അയാളെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വിഷമത്തോടു കൂടിയാണ് നിരഞ്ജൻ പോകുന്നത്. പിന്നീട് തങ്കച്ചിയുമായിട്ട് ശരത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ തങ്കച്ചി ചോദിക്കുകയാണ്, അല്ല നിൻ്റെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ശരത്ത് പറയണേ, ഞാനിപ്പോൾ പ്രേമയെ എൻ്റെ കസ്റ്റഡിയിൽ നിന്നും ഞാൻ മാറ്റി നിരഞ്ജൻ്റെ ക്ലിനിക്കിലേക്ക് മാറ്റുകയാണ്, അതും സ്വാമിയെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അല്ല സ്വാമിക്ക് ദോഷം വരുന്നതൊന്നും ചെയ്യരുത്, കാരണം സ്വാമി ഞാൻ പറയുന്നത് കൊണ്ടാണ് ശരത്തെ നിന്നോടൊപ്പം നിൽക്കുന്നത്, സ്വാമിക്ക് ഒരു ദോഷവും വരില്ല, ആരും കാണാതെ നിരഞ്ജൻ്റെ ക്ലിനിക്കിലേക്ക് മാറ്റണം, അത്രയാണ് സ്വാമി ചെയ്യേണ്ടതുള്ളൂ. പിന്നെ എന്നിട്ട് നിൻ്റെ പ്ലാൻ എന്താണ്? തൽക്കാലം ഇപ്പോൾ പോലീസിനെ കൊണ്ട് നിരഞ്ജൻ്റെ ക്ലിനിക്കിൽ നിന്നും പ്രേമയെ കണ്ടുപിടിപ്പിക്കും, എന്നിട്ട് പോലീസ് പിടിക്കുന്ന സമയത്ത് പ്രേമയ്ക്ക് ബോധമുണ്ടാവില്ല, ആ സമയത്ത് അവർ ഹോസ്പിറ്റലിലെത്തിക്കും. അപ്പോൾ പ്രേമ എങ്ങാനും സംസാരിച്ചാൽ, ഇല്ല സംസാരിക്കാൻ സാധ്യതയില്ല, പ്രേമയ്ക്ക് ബോധമുണ്ടാവില്ല. അപ്പോൾ പിന്നെ നിരഞ്ജനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞ് പ്രേമ സംസാരിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് പ്രേമയെ ഇല്ലാതാക്കും, അതാണ് എൻ്റെ പ്ലാൻ. അതോടുകൂടി നിരഞ്ജനും സിദ്ധുവും തമ്മിൽ തെറ്റുകയും ചെയ്യും, പിന്നെ നിരഞ്ജൻ എന്നേക്കുമായി അകത്താകുകയും ചെയ്യും, അതാണ് എൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ ശരത്തെ, അഥവാ പ്രേമ സംസാരിച്ചാൽ അത് ചന്ദ്രയ്ക്ക് ദോഷം ചെയ്യില്ലേ? ഇല്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്, ചന്ദ്രയ്ക്ക് ദോഷം വരുമൊന്നുമില്ല, ചന്ദ്ര കാരണമാണ് പ്രേമ ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിയത് എന്ന് പ്രേമയ്ക്ക് പറയാൻ കഴിയില്ല. അപ്പോഴത്തേക്കും ഞാൻ പ്രേമയെ ഇല്ലാതാക്കും, ഹോസ്പിറ്റലിൽ ചെല്ലാതാക്കും. ഇനി അഥവാ ചന്ദ്രയ്ക്ക് ദോഷം വരികയാണെങ്കിൽ അത് ചന്ദ്രയുടെ വിധി എന്ന് എനിക്ക് പറയാൻ കഴിയൂ, അല്ലാതെ ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അല്ല പ്രേമയെ കൊല്ലാനാണെങ്കിൽ പിന്നെ നിനക്ക് ഇപ്പം തന്നെ അങ്ങ് കൊന്നാൽ പോരെ? അതെങ്ങനെ? ഈ
തങ്കച്ചിക്ക് ആൾ താമസമുണ്ട് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇങ്ങനെ ബുദ്ധിയില്ലാതെ തങ്കച്ചി സംസാരിക്കുമെന്ന് കരുതിയില്ല. എൻ്റെ കസ്റ്റഡിയിൽ നിന്ന് പ്രേമ മരിച്ചാൽ ഉറപ്പായും അന്വേഷണം വരും. അപ്പം പിന്നെ ഇതിൻ്റെ പിറകിൽ ഞാനാണെന്നല്ലേ മനസ്സിലാവൂ. അതോടുകൂടി ഞാൻ പിന്നെ ജയിലിൽ പോവേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്താൽ ഉറപ്പായും അത് നിരഞ്ജനെയാണ് ബാധിക്കുക. അതോടുകൂടി നിരഞ്ജനും സിദ്ധുവും തമ്മിലുള്ള പിണക്കം നമുക്ക് കാണുകയും ചെയ്യാം എന്നൊക്കെ ശരത്ത് തങ്കച്ചിയോട് പ്ലാനുകൾ പറഞ്ഞു കൊടുക്കണം. പിന്നീട് ദേവിക പ്രഭാവതിയെ കാണാൻ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. എന്നിട്ട് പ്രഭാവതിയെ അമ്മ എന്ന് പറഞ്ഞ് കുറേ തവണ വിളിക്കുകയാണ്. ഞാൻ ദേവികയാണ്, അമ്മ ഒന്ന് കണ്ണ് തുറക്ക് എന്ന് പറഞ്ഞ് വിളിക്കട്ടെ. അപ്പോഴൊന്നും പ്രഭാവതിക്ക് ഒരു പ്രതികരണവുമില്ല. അപ്പോഴത്തേക്കും ഡോക്ടർ വരികയാണ്. എങ്ങനെയുണ്ട് ഡോക്ടർ ഇപ്പോൾ പ്രഭാവതി അമ്മയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രതികരണവുമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചെങ്കിലോ ഇപ്പോൾ ഒരു പ്രതികരണവുമില്ല. എന്തും സംഭവിക്കാം, ഇങ്ങനെ ചിലപ്പോൾ കിടക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു മരണവും സംഭവിക്കാം. എന്തും നമ്മൾ പ്രതീക്ഷിക്കണം, ദൈവത്തിൻ്റെ കയ്യിലാണുള്ളത്, നന്നായി പ്രാർത്ഥിക്കണമെന്ന് പറയട്ടോ. അങ്ങനെ ദേവിക പ്രഭാവതിയെ നോക്കി കണ്ണുകളൊക്കെ നിറയുകയാണ്. എങ്ങനെയെങ്കിലും പ്രഭാവതി അമ്മയ്ക്ക് കണ്ണ് തുറക്കണം, എങ്കിൽ മാത്രമാണ് ശരത്തിനെ കൊടുക്കാനുള്ള എല്ലാ തെളിവുകളും ഇപ്പോൾ പ്രഭാവതി അമ്മയ്ക്കാണ് അറിയാവുന്നത്. പ്രഭാവതി അമ്മ കണ്ണ് തുറന്നാൽ മാത്രമാണ് ഇനി എന്തെങ്കിലും ഒരു വഴിത്തിരിവുണ്ടാവൂ എന്നുള്ള ഭാവത്തിൽ വിഷമത്തോടു കൂടിയാണ് ദേവിക നിൽക്കുന്നത്.